കഴിഞ്ഞ ദിവസം മഴയിൽ വലിയ അപകടങ്ങൾ സംസ്ഥാന വ്യാപകമായി ഉണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായ ദേശീയപാത 85ന്റെ ഭാഗമായ മൂന്നാർ ദേവികുളം റോഡിലെ അവസ്ഥ. ഇവിടെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഏതാനും ദിവസങ്ങൾ കൂടി എടുത്തേക്കുമെന്നാണ് വിലയിരുത്തൽ. കാലാവസ്ഥ അനുകൂലമായാൽ മാത്രമേ മണ്ണ് നീക്കുന്നതുൾപ്പെടെയുള്ള ജോലികൾ ആരംഭിക്കാനാകൂ എന്ന് ദേവികുളം സബ് കളക്ടർ VM ജയകൃഷ്ണൻ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി ആശയവിനിമയം നടത്തിയതായും മണ്ണ് നീക്കാൻ എക്സ്കവേറ്ററുകളാണ് ആവശ്യമെന്നും സബ് കളക്ടർ വ്യക്തമാക്കി. മൂന്നാർ ദേവികുളം റോഡിൽ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപമുണ്ടായ മലയിടിച്ചിലിൽ വലിയ അളവിലാണ് മണ്ണ് റോഡിലേക്കും താഴ്ന്ന ഭാഗത്തേക്കും ഇടിഞ്ഞെത്തിയത്. അപ്പുറമിപ്പുറം കാണാനാകാത്ത വിധം റോഡിലേക്ക് മണ്ണിടിഞ്ഞു. ദേശീയപാത വഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിലച്ചു. കാലാവസ്ഥ അനുകൂലമായാൽ മാത്രമേ മണ്ണ് നീക്കുന്ന ജോലികൾ ആരംഭിക്കാനാകൂവെന്ന് സബ് കളക്ടർ VM ജയകൃഷ്ണൻ വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ആശയവിനിമയം നടത്തിയതായും സബ് കളക്ടർ അറിയിച്ചു. നമ്മൾ മണ്ണ് നീക്കം ചെയ്യുന്ന നടപടികൾ നമുക്ക് ഈ കാലാവസ്ഥ ഒന്ന് അനുകൂലമായതിനു ശേഷമായിരിക്കും നമ്മൾ തുടങ്ങുന്നത്. അത് സാധാരണ നമ്മുടെ JCB ഉപയോഗിച്ച് മാത്രം മാറ്റാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് NHAI അധികൃതർ അതിൻ്റെ എക്സ്കവേറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാലാവസ്ഥ അനുകൂലമാകുന്ന മുറയ്ക്ക് നമ്മൾ ആ മണ്ണ് നീക്കം ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കുന്നതായിരിക്കും. അതിന് ഏകദേശം ഒരു മണ്ണ് പൂർണ്ണമായിട്ട് മാറ്റി ഗതാഗത യോഗ്യമാക്കാൻ കുറഞ്ഞതൊരു ഒന്ന് രണ്ട് ദിവസമെങ്കിലും സമയമെടുക്കുമെന്നാണ് NHAI അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഇടിഞ്ഞെത്തിയ മണ്ണ് നീക്കി റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഏതാനും ദിവസങ്ങളെടുത്തേക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. 2018 മൂന്നാർ ദേവികുളം റോഡിൽ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപം സമാന രീതിയിൽ വലിയ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി മൂന്നാർ മേഖലയിൽ പെയ്ത ശക്തമായ മഴയ്ക്ക് നേരിയ കുറവുണ്ട്. ന്യൂസ് 18 ഇടുക്കി.